നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ വേദയുടെ അരിയിൽ വന്നിട്ട് കമല ചോദിച്ചു, അല്ല മോളെ വിക്രം എന്തെന്ന് ചോദിച്ചു. അതെ, അച്ഛൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അത് കേട്ടതും കമല പറഞ്ഞു, എത്ര കാലമായില്ലേ അച്ഛനും മോനും തമ്മിൽ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട്. എനിക്കിപ്പോൾ സന്തോഷമായി. എനിക്കിപ്പോൾ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് മോളെ. ചിലപ്പം മലയ്ക്ക് പോയി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകുമായിരിക്കും ഇല്ലേ? അതേമേ, എല്ലാ കാര്യങ്ങളും ശരിയാവും തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ല മോളെ, നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവുമായിരിക്കും ഇല്ലേ? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ ജീവിക്കുമായിരിക്കും ഇല്ലേ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. എല്ലാവരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം മോളെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തവണ അവൻ മലയ്ക്ക് പോയി വന്നതിന് ശേഷമെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊരു ജീവിതം ഉണ്ടാവുമോ? അതോ ഇനിയിപ്പം? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട. മുമ്പാണ് അമ്മ എന്നോട് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ, ഞാൻ ഈ താലിയും കഴുത്തിലിട്ട് വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് ചോദിച്ചെങ്കിൽ എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയാം, വിക്രമമായിട്ട് എനിക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. വേദ അങ്ങനെ കമലയ്ക്ക് ഉറപ്പ് കൊടുത്തു. ഈ സമയത്ത് വിനായകനും ശ്രീജയും കൂടെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് വരുവാണ്. ആ സമയം വിനായകനോട് ശ്രീജ പറഞ്ഞു, നിങ്ങൾ അത്ര സന്തോഷിക്കുകയൊന്നും വേണ്ട. ഇനി നിങ്ങളെ എനിക്ക് അങ്ങനെ ശരിക്കും വിനായകട്ടാന്ന് മനസ്സുറപ്പിച്ച് വിളിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ അത്ര ക്രൂരതയെല്ലാം കാണിച്ചേ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചീത്ത പറയുന്നുണ്ട്. അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. ശയനപ്രദക്ഷിണം നടത്തുന്ന മാഷിനെ. തെങ്ങ് നോക്ക് വിനായേട്ടാ, അച്ഛനല്ലേ ശയനപ്രദക്ഷിണം നടത്തുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് വിനായകൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ തന്നെയാണത്. അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ശയനപ്രദക്ഷിണം നടത്താനായിട്ട് വിനായകൻ സഹായിക്കുകയാണ്. ആ സമയത്ത് നന്ദിനി എന്ത് ചെയ്തു, കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. കമലയുടെ വേദയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ, അച്ഛൻ അവിടെ ശയനപ്രദക്ഷിണം നടത്തുമെന്ന് പറയണം. ശയനപ്രദക്ഷിണോ? മാഷ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. എന്താണെന്നറിയത്തില്ല. വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം കരയുന്നൊക്കെ കണ്ടു. അതിനുശേഷമാണ് ഇപ്പൊ പോയി ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടതും കമല എന്ത് ചെയ്തു, നന്ദിനിയോടൊപ്പം അങ്ങോട്ടേക്ക് പോയി. ആ സമയം വേദ വിക്രത്തെ വിളിക്കാനായിട്ട് ഓടി. അങ്ങനെ വിക്രത്തോട് എന്നിട്ട് പറഞ്ഞു, വിക്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അച്ഛൻ ശയനപ്രദക്ഷിണം നടത്തുവന്ന്. ശയനപ്രദക്ഷിണോ? അതെ വിക്രം, പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ശയനപ്രദക്ഷിണം നടത്തുമായിരുന്നു. അപ്പം സഹായിക്കാനായിട്ട് വിനായകനും ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശയനപ്രദക്ഷിണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് നേരെ കൈ നീട്ടിട്ട് പറഞ്ഞു, മോനെ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിക്രം ആ കയ്യിലേക്ക് പിടിച്ചെഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തെ കെട്ടിപ്പിടിച്ച് മാഷ് ഉമ്മ കൊടുത്തു. ആ ഉമ്മയോട് കൂടിയിട്ട് മാഷ് താഴേക്ക് അങ്ങനെ വീഴുവാണ്. തളർന്നു വീണു. എല്ലാവരും കൂടെ വാവിട്ട് നിലവിളിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് മാഷിനെ കൊണ്ട് അങ്ങനെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കമലയ്ക്ക്. കമല പറഞ്ഞു, മോളെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൊക്കെ വേദയോട് പറഞ്ഞു. അമ്മേ, വേറെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും ഫസ്റ്റ് എയ്ഡ് ആദ്യം കൊടുക്കണ്ടേ? ആദ്യം ഇവിടെ കയറ്റട്ടെ എന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മാഷിനെ കൊണ്ടുവന്നു. മാഷിനെ ഡോക്ടർ ഒന്ന് പരിശോധനയൊക്കെ നടത്തുവാണ്. കമല എല്ലാവരും പ്രാർത്ഥനയോടെ പുറത്ത് കാത്തിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞു. മാഷിനെ കുറിച്ചൊരു വിവരം കിട്ടിയില്ല. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും വിശ്വം വന്നിട്ട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ പോകുന്നത്? എത്ര നേരമാണ് വിശ്വമായിട്ട് ഇവിടെ നിൽക്കുന്നത്? ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു പറയണം. അല്ലടാ, ശരിക്കും അച്ഛൻ എന്താ പറ്റിയത്? അല്ല, അച്ഛൻ എന്താ പറ്റിയെന്ന് വിശ്വണ്ണൻ കണ്ടതല്ലേ, കുഴഞ്ഞു വീണാന്ന്. അത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, അല്ല ശ്രീജ പറയുന്നത് കേട്ടു, വിക്രത്തിനോട് എന്തോ കുറേ സമയമൊക്കെ സംസാരിച്ചെന്ന്. അതിനുശേഷമാണ് ശയനപ്രദക്ഷിണം നടത്താൻ പോയെന്ന്. എടാ, ഈ ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുള്ളൊരു മാപ്പപേക്ഷയല്ലേ? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായിട്ട്. അല്ല, അച്ഛൻ എന്തായിരിക്കും അങ്ങനെ? ഒരു പക്ഷേ അവനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന വിക്രത്തിനോട്? അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ പറഞ്ഞു, അതിപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ എന്താ അച്ഛൻ്റെ മനസ്സിൽ എന്നൊക്കെ. അത് ശരിയാണല്ലോ അല്ലേ? എന്തോ കാര്യമായിട്ട് അച്ഛന് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അച്ഛനെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം. എന്താടാ, നീ ചായ കുടിക്കാൻ വരുന്നില്ലേ എന്ന് വിശ്വം വിനായനോട് ചോദിച്ചു. എനിക്ക് വേണ്ട. അപ്പം നീയല്ലേ ചായ കുടിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വാടാ എന്നും പറഞ്ഞുകൊണ്ട് വിനായനെ വിളിച്ചു. വിശ്വം അങ്ങോട്ട് പോകുന്ന സമയത്ത് വിനായകൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. വിനായകന്റെ മനസ്സിൽ നല്ല ടെൻഷനായിരുന്നു. ഇനിയിപ്പം വിക്രം അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാണുമോ സത്യങ്ങളൊക്കെ എന്താന്നുള്ള കാര്യം എല്ലാം തുറന്നു പറഞ്ഞു കാണുമോ? ആ ഒരു ടെൻഷനായിരുന്നു വിനായകന്റെ മനസ്സ് നിറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് അങ്ങോട്ട് വന്ന് കമലയോടായിട്ട് പറഞ്ഞു, അതെ നിങ്ങളാണോ കമലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതേന്ന് പറയണം. അതെ, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. ഒരാൾക്ക് കയറി കാണാം, അപ്പം നിങ്ങളെ കാണണം എന്നാണ് പേഷ്യൻ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ കമലയോട് പറഞ്ഞു, അമ്മ കയറി ചെല്ലാൻ പറയണം. അങ്ങനെ കമല അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പം സുധാര മാഷ് കണ്ണൂർന്നിങ്ങനെ കിടക്കുവാണ്. കമലയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുഖത്തൊരു ചിരിയൊക്കെ വന്നു. അപ്പോഴേക്കും കമല പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ മാഷേ, മാഷിനൊന്നുമില്ല, മാഷിനൊന്നും സംഭവിക്കുമൊന്നുമില്ല, മാഷ് പേടിച്ചു പോയെന്നൊക്കെ ചോദിച്ചു.
പേടിയൊന്നും ഇല്ല കമലെന്ന് പറയണം. പിന്നീട് മാഷ് കമലയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മാഷ് എന്നോട് എന്താ പറയാനുള്ളേ? അതെ, നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്നൊക്കെ തെറ്റാന്ന് പറയണേ. തെറ്റാന്നോ? മാഷ് ആരെക്കുറിച്ചാ പറയണേ? എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ല. അത് പിന്നെ വിക്രം തെറ്റ് ചെയ്തിട്ടാണ് അവൻ ജയിലിൽ പോയെന്നല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നേ. നീ പലപ്പോഴും എന്നോട് പറഞ്ഞു അവൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല മാഷെ എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. ഞാൻ കരുതിയത് അവൻ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ജയിലിൽ പോയെന്ന്. പക്ഷെ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് അവൻ എന്നോട് ആ സത്യം തുറന്നു പറഞ്ഞു. വേദ എന്നോട് അന്ന് ആ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട്, വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു നെരിപ്പോടായിട്ട് അത് കിടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അതെനിക്ക് ചോദിക്കണം തോന്നി. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് അവനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു. കമലെ, എന്താ മാഷെ, എന്താ അവൻ പറഞ്ഞെന്ന് ചോദിച്ചു. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗ്യനകത്ത് മയക്കുമരുന്ന് വെച്ച് അവനല്ലെന്ന്. സത്യമാണോ മാഷെ പറയണേ? അതെ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞേ. അവൻ ആ തെറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു. അന്ന് എൻ്റെ ആ ചടങ്ങിൻ്റെ സമയത്ത് അവന് നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നെ രക്ഷിക്കാനായിട്ട്. എന്നെ പോലീസുകാർ ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാനായിട്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അവൻ ആ കുറ്റം ഏറ്റെടുത്താൽ മാഷെ. എന്നിട്ട് ഞാൻ എൻ്റെ മകനെ മനസ്സിലാക്കില്ല. ഇത്രയും കാലം 7 വർഷക്കാലം അവന് ജയിലിൽ കിടന്നു. ആ സമയത്തൊക്കെ അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ അവനെ പ്രായിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കമലെ ഞാൻ ശയനപ്രദക്ഷിണമൊക്കെ നടത്തിയത്. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെ പ്രായച്ചിത്തം ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ മോനോട്. കമല പറഞ്ഞു, പേടിക്കണ്ട മാഷെ. മാഷ് എന്തിനാ വിഷമിക്കണേ? നമുക്ക് അവനെ കൂടുതൽ സ്നേഹിക്കാം. പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേനും മാഷിൻ്റെ അസുഖം എല്ലാം കുറഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേനും മാഷിനും വിക്രത്തിനും നല്ല സന്തോഷമായിട്ട് സ്നേഹിച്ച് പഴയതുപോലെ തന്നെ കഴിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. കമലയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അതുപോലെ തന്നെ മാഷിൻ്റെ. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് കരയാൻ പറ്റില്ല, അറിയാലോ. നിങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങോട്ട് കയറ്റിവിട്ടത്. ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്നെ വന്ന് ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലയെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കമലയെ അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ വിശ്വവും വിനായകനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനാണ് വിക്രം വേദയും കൂടെ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, അച്ഛന് കണ്ണ് തുറന്നു കേട്ടോ, അച്ഛനും ബോധം തെളിഞ്ഞെന്ന് പറയണം. അപ്പോഴേക്കും വിശ്വം ചോദിച്ചു, എന്നിട്ടോ? അമ്മയെ വിളിച്ചു, അമ്മയോട് സംസാരിച്ചെന്ന് പറയണം. വിനായകൻ ചോദിച്ചു, നിങ്ങൾ കയറി കണ്ടോ? ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും വിശ്വം വിനായകനോട് പറഞ്ഞു, വാടാ നിങ്ങൾ ചായ കുടിക്കുക, ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറയണം. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിനായകൻ വിക്രത്തോട് ചോദിച്ചു, അല്ല വിക്രം, നീയും അച്ഛനും തമ്മിൽ എന്താ സംസാരിച്ചെന്ന് ചോദിച്ചു. മാറുന്ന്. അതെന്താ വിനായേട്ടാ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല, അതിനുശേഷമാണല്ലോ അച്ഛൻ ശയനപ്രദക്ഷിണമൊക്കെ നടത്തിയത്. അച്ഛൻ ഇങ്ങനെ അസുഖം ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിനായേട്ടൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. വിശ്വൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ പറഞ്ഞ വിക്രം? അതെ, വിക്രത്തിന്റെ കാര്യം അറിയാവുന്നല്ലേ വിശ്വേട്ടന്. അവൻ ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വിനായകന് പേടിയാ, ഇനിയിപ്പോൾ വിശ്വത്തിനൊക്കെ എന്തേലും മനസ്സിലായെന്ന് ഓർത്തിട്ട്. പിന്നീട് അവരങ്ങോട്ട് പോയി. ആ സമയം വേദയോട് വിക്രം ചോദിച്ചു, അല്ല വിനായകേട്ടൻ്റെ ആ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉള്ളതായിട്ട് വേദയ്ക്ക് തോന്നിയെന്ന് ചോദിച്ചു. എനിക്കും തോന്നി, എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ. അതിന് കാരണമുണ്ടെന്ന് പറയണേ. കാരണമുണ്ടെന്ന്? എന്താ? ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ചില്ലേ, അപ്പം വിനായകേട്ടൻ്റെ പേടിയാ ഞാൻ എന്തേലും അച്ഛനോട് പറഞ്ഞോന്ന്. എന്ത് പറഞ്ഞോന്ന്? അത് ആ കാര്യമോ? അതെ, ഞാനതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അതാരാന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അത് വിശ്വസിച്ചോ? അച്ഛൻ എന്നോട് ഈ കാര്യം ക്ഷേത്രത്തിൽ വെച്ച് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു കാര്യം ഞാൻ കണ്ടു. കാരണം ഒരിക്കലും ഞാൻ ആയിരിക്കരുതേ അങ്ങനെ അച്ഛൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനല്ല ആ മയക്കുമരുന്ന് വെച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് ഭയങ്കര സന്തോഷമാവുമെന്ന്. കണ്ടു, ഇനി പഴയതുപോലെ തന്നെ വിക്രത്തെ അച്ഛൻ സ്നേഹിക്കാണ്ട് തുടങ്ങും. അച്ഛനും മോനും പഴയ ആ കൂട്ടുകാരെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ അതുപോലെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കണ്ടോ, ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടാകും. വലിയൊരു സന്തോഷത്തിന് മുമ്പുള്ള സങ്കടമായിട്ട് അച്ഛൻ്റെ അസുഖത്തെ കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിക്രത്തോട് വേദ പറഞ്ഞ് അവരങ്ങനെ സന്തോഷത്തോടെ ഒന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.